ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒടവാഴയ്ക്ക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ്. ഇത് ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. നിരവധി വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ള നേന്ത്രപ്പഴം കൊണ്ട് ആണ് ഈ ഒടവാഴയ്ക്ക ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ഒടവാഴയ്ക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുത്ത പഴം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞ് വെയിലത്ത് വെച്ച് ആദ്യം ഉണക്കിയെടുക്കണം. പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ പഴവും നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെയിലത്ത് വയ്ക്കാം. നേന്ത്രപ്പഴം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കാം. നമുക്ക് ഈ നേന്ത്രപ്പഴം ഉണക്കാൻ വയ്ക്കാം. അങ്ങനെ ഒന്നിൽ തൊടാണ്ട് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചും ഉണങ്ങണ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വാഴപ്പഴം ഒരു 6 ദിവസം എടുക്കും നല്ലപോലെ ഉണങ്ങി കിട്ടാൻ. നമ്മുടെ നേന്ത്രപ്പഴമെല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. നമുക്കിതിനെ ഒടവാഴയ്ക്ക ആക്കാനായിട്ട് വേണ്ടത് ഇത് കണ്ട, കുറച്ച് പഞ്ചസാര വേണം, പിന്നെ കുറച്ച് കുരുമുളക് വേണം, ഗ്രാമ്പു വേണം, കറുവപ്പട്ട വേണം, ഇച്ചിരി ഏലക്ക വേണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു സ്വല്പം പഞ്ചസാര കൂടി ഇട്ടങ്ങ് പൊടിക്കാം. പൊടിച്ചിട്ട് വരാം. ഞാനെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ നേന്ത്രപ്പഴം ഉണങ്ങിയത് കൊണ്ട് നമ്മൾ ഒടവാഴയ്ക്ക ആക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു 3/4 കപ്പ് പഞ്ചസാരയുണ്ട് കേട്ടോ. നമുക്ക് ഈ പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയ്ക്ക് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വാഴപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റും. പണ്ട് വിമാനയാത്രയൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് അല്ലായിരുന്നു. അത് കപ്പലിലാണ് ആൾക്കാർ ഹജ്ജിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ മാസങ്ങളോളം എടുക്കുമല്ലോ അവരുടെ യാത്ര. അപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ തീർന്നു പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തു വിടുന്ന ഒരു ഭക്ഷ്യ വസ്തുവാണിത്. തലശ്ശേരിയിൽ നിന്നാണ് ഇതെല്ലാം ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ അങ്ങനെ അതെ, ഞാൻ ഇതിൻ്റെ കൂടെ ഈ പൊടി കൂടി ഇടുവാണേ. നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളക്, ഏലക്ക, കറയാമ്പു, പട്ട അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് നൂൽപ്പാവൊന്നും ആകണ്ട, വെള്ളമയം ഒന്ന് പറ്റിയാൽ മതി. നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാനായിട്ട് സ്കൂളിൽ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനായിട്ട് നമ്മൾ ഈ കുരുമുളകൊന്നും ഇടണ്ട. കുറച്ച് തേൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേൻ പുരട്ടി അവരുടെ ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുത്തു വിട്ടാൽ 2 പീസ് മതി അവർക്ക് നല്ല എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കേട്ടോ. നേന്ത്രപ്പഴം ഉണക്കി പഞ്ചസാരപ്പാനിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇത് ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഫംഗസ് ഒന്നും വരികയില്ല. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഞ്ചസാരപ്പാനി ഉണക്കിയെടുത്തേച്ചും നേന്ത്രപ്പഴം ഉണക്കിയെടുത്തത് കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. പിന്നെ ഈ അവൽ വിളയിക്കുന്നത് പോലെ തേങ്ങയൊക്കെ ഇട്ട് വിളയിച്ച് കഴിക്കാം. അങ്ങനെയൊക്കെ എല്ലാം ഇതിലൊന്ന് പിടിച്ചിരിക്കുന്നു. ആ എരിവും മധുരവും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു 6 നേന്ത്രപ്പഴമാണ് ഉണ്ടായിരുന്നത്.
ഈ പഴത്തിൽ പഞ്ചസാരപ്പാനി എല്ലാം ഒന്ന് പിടിച്ച് അരക്കപ്പ് പഞ്ചസാര മതിയാവും കേട്ടോ. ഇതിപ്പോൾ 3/4 കപ്പ് എടുത്തത് ഇച്ചിരി അധികമായെന്നാണ് തോന്നണം. നമുക്ക് അരക്കപ്പ് എടുത്താൽ മതി കേട്ടോ. തീയൊന്ന് അല്പം കുറച്ച് വയ്ക്കാം. ഇതെല്ലാം ഒന്ന് ഇത് കോട്ടിങ്ങായിട്ട് വരട്ടെ. വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്നാക്സാണിത്. ഇപ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓരോരുത്തർ ഇത് ഉണ്ടാക്കി ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല രസമാണ്. നമുക്ക് ഇത് തണുക്കുമ്പോൾ ഒരു ഇച്ചിരി ബലമാവും. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പഞ്ചസാരപ്പാനിയിൽ എടുത്തേ തീ ഓഫ് ചെയ്തേ. ഇനി നമുക്ക് ഈ ഓരോ നേന്ത്രപ്പഴവും ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒന്നൊട്ടാണ്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഇങ്ങനെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു 2 കിലോ പഴത്തിന് അരക്കപ്പ് പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഇച്ചിരി പഞ്ചസാരപ്പാനി കൂടുതലാണ്. അതിനകത്ത് ഇച്ചിരി പാനിയായിട്ട് കിടക്കണം. തണുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യും. അത് നമ്മുടെ ഉടവാഴയ്ക്കെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പഞ്ചസാര പാനി ഇച്ചിരി മൂപ്പ് കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കാരണം ഇച്ചിരി മൂത്ത് പോയി, അതാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. എന്താ ഉടവാഴയ്ക്ക ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. വർഷങ്ങളോളം കേടാകാതെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഒരാഴ്ച പോലും ഇരിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിത് വേഗം കഴിച്ച് തീർക്കും, അത്രയ്ക്ക് രുചിയാണ് ഇതിന്. പിള്ളേരൊക്കെ ഇച്ചിരി കുരുമുളക് കുറച്ചിട്ടാൽ പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ. ഇതിപ്പോൾ കറക്റ്റ് എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. പഞ്ചസാര മാത്രം നമ്മൾ 3/4 കപ്പ് എടുത്തത് ഒരു അരക്കപ്പ് എടുത്താൽ മതി. പിന്നെ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അത് ഒത്തിരി തിക്കാകണതിന് മുമ്പ് തന്നെ നമ്മൾ പഴം ഇട്ട് പൊടികളും ഇട്ട് ഇത് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് അളവിൽ കിട്ടും നമുക്ക് എല്ലാം. ഓക്കെ, താങ്ക് യു.